ശ്രീ ജോർജ് ജോസഫ്, ഈ മാന്നാറിലെ സംഭവ വികാസങ്ങൾക്ക് ഒരറ്റം കണ്ടെത്താൻ പോലീസിന് കഴിയും എന്നങ്ങ് വിചാരിക്കുന്നുണ്ടോ? അതെന്തായാലും മാന്നാർ കേസ് സ്വല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം 15 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അതിലേക്ക് എവിഡൻസ് വരാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഒന്ന്, ഈ ആള് തന്നെ കൊന്നിട്ട് ഇവരെ കൊണ്ട് ഡിസ്പോസലിന് ഇവരുടെ സഹായം തേടിയതാണോ ഇല്ലയോ നമുക്കറിയില്ല. എന്തായാലും അത് ഇസ്രയേലിൽ നിന്ന് അനിൽകുമാർ വന്ന ശേഷം ചോദ്യം ചെയ്തെങ്കിലേ പോലീസിന് അത് മനസ്സിലാവൂ. മറ്റൊന്ന്, ഇതിനകത്ത് ആ കക്കൂസിനകത്ത് ഡെഡ് ബോഡി ഇട്ട് അയാൾ തന്നെ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് ചൂണ്ടി കാണിച്ചു കൊടുത്തില്ല ഒരാള്. അപ്പൊ അയാൾക്ക് നോളജ് ഉണ്ടല്ലോ, അയാൾക്ക് അറിവുണ്ടല്ലോ. അപ്പൊ അതെത്രത്തോളം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളിലേക്ക് മാത്രം കേസ് പോകുന്നെങ്കിൽ മാടർന്ന് ആ യാത്രയിൽ ഇവരാരെങ്കിലും പോയിരുന്നോ എന്ന് അറിയണം. കാരണം അത് പ്രതിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പം തന്നെ വേറെ ഹൈക്കോടതി ഇപ്പം കണ്ടല്ലോ, 2013 ഒരു സ്ത്രീയുടെ കഴിച്ചാർക്ക് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോയിട്ട് ആ പ്രതി അല്ല എന്ന് പ്രതി ആണെന്ന് സ്ഥാപിക്കാനുള്ള എവിഡൻസ് ഇല്ലാതെ ആ കേസ് ഇപ്പം വധശിക്ഷയ്ക്ക് വെച്ച ആ കേസ് ഹൈക്കോടതി ഇപ്പം അയാളെ വെറുതെ വിട്ടു, വധശിക്ഷ ഒഴിവാക്കി. അയാൾക്ക് നഷ്ടപരിഹാരം 5 ലക്ഷം രൂപ കൊടുക്കേണ്ടിയിരുന്നു. അപ്പൊ തെളിവ് നിയമത്തെപ്പറ്റി ആധികാരികമായിട്ട് പോലീസിന് നല്ല വിവരം ഉണ്ടാകണമെന്നാണ്. അതൊക്കെ ഇപ്പോൾ ഇഗ്നോർ ചെയ്തു. ഇപ്പോഴത്തെ പോലീസ് ഓഫീസേഴ്സ് പലരും ഇന്ത്യൻ എവിഡൻസ് ആക്ട് അത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഈ പാളിച്ചകൾ സംഭവിക്കുന്നത്. നമ്മൾ ഈ ആൾക്കാർ പറയുന്ന കഥയൊക്കെ കോടതി കൊണ്ട് കൊടുത്താലേ അതൊന്നും കോടതി അംഗീകരിക്കത്തില്ല, ഹൈക്കോടതി, സുപ്രീം കോടതി. കാരണം ഭരണഘടനാപരമായി നമ്മൾ അത് ചില കാര്യങ്ങൾ ഈ ഇന്ത്യൻ IPC, CRPC എവിഡൻസ് ആയിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് പഠിച്ച് അതനുസരിച്ച് മാത്രമേ എവിഡൻസ് ശേഖരിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ അയാള് ആയിരിക്കും ഇപ്പൊ എന്തായാലും ആ സ്ത്രീയെ കഴുത്ത് ജനിച്ച് കഴുത്ത് അറുത്ത് കൊന്നിട്ട് അതിന്റെ കൾപ്രിറ്റ് ആരാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഈ ആളല്ല എന്ന് ഹൈക്കോടതി പറയുന്നത്. വിൻസെന്റാണ് പറയുന്നത്. ആ എവിഡൻസ് അയാൾക്കെതിരായിട്ടുള്ള എവിഡൻസ് വളരെ വീക്കാണ്. അപ്പൊ അങ്ങനത്തെ ആളെ പ്രതിയാക്കാൻ കഴിയില്ല. അയാൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാനും കൂടെ പറഞ്ഞു. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയില്ല. ഇത് പോലീസ് പഠിക്കണം ഇങ്ങനെയുള്ള കേസുകൾ. ഹൈക്കോടതിയുടെ നിരീക്ഷണം തെളിവ് നിയമം അനുസരിച്ച് മാത്രമേ ഹൈക്കോടതി അത് നോക്കുള്ളൂ. അതുകൊണ്ട് ഈ ഒരു കേസിനകത്ത് ഞാൻ അത് ആദ്യമായി പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കണം ഇത് പോലീസ്. കാരണം 15 വർഷം മുമ്പ് നടന്ന സംഭവത്തിൽ ഇപ്പോൾ വിശ്വസിക്കുന്ന സാധനങ്ങളിൽ മനുഷ്യ ശരീരത്തിലെ അവയവത്തിന്റെ ഏതെങ്കിലും ഭാഗമാണോ എന്ന് ഉറപ്പുവരുത്തണം. അത് എന്തായാലും വരും. ഇപ്പൊ ആ ഇത് DNA എടുത്തിട്ട് ഇയാളുടെ കുടുംബക്കാരെ ബ്ലഡും അത് പരിശോധിച്ചിട്ട് ആ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയുടെയാണെന്ന് വന്നാൽ അത് നല്ല എവിഡൻസ് ആണ്. പക്ഷെ എങ്ങനെ കൊന്നു, ആര് കൊന്നു എന്നുള്ള കാര്യത്തെപ്പറ്റി ഒന്നും വ്യക്തതയില്ല. ഇപ്പൊ അത് ഭർത്താവിനെ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ആ കാര്യം അറിയത്തുള്ളൂ. ശാസ്ത്രീയ തെളിവുകളില്ലെങ്കിൽ ഇപ്പോൾ അനിൽ വന്ന് കുറ്റസമ്മതം നടത്തിയാലും ഈ ഇപ്പോൾ റിമാൻഡിലുള്ള പ്രതികളിൽ ആരും, ഇപ്പോൾ പോലീസ് അങ്ങനെയാണല്ലോ പറയുന്നത്, ഇവർ കുറ്റമേറ്റു പറഞ്ഞു എന്ന്. പക്ഷേ ശാസ്ത്രീയ തെളിവുകളില്ല എങ്കിൽ ഈ കുറ്റമേറ്റു പറയലൊക്കെ കോടതിയിൽ തള്ളിപ്പോകില്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് പോലീസ് വളരെ വളരെ ശ്രദ്ധിക്കുന്ന ഈ കേസിനകത്ത് ശാസ്ത്രീയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മുന്നോട്ട് പോകാൻ ഒക്കുള്ളൂ. ഏതായാലും ഈ മരിച്ചു കിട്ടിയ സെലിമെന്റ് ആ പെൺകുട്ടിയുടെ ആണെന്ന് പ്രാഥമികമായിട്ട് സ്ഥാപിച്ചു വെച്ചെത്തിയത് ആ കൊന്നു. പിന്നെ മർഡർ എങ്ങനെ നടത്തിയെന്നുള്ള പ്രതി പറഞ്ഞ അറിവേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ സമയത്ത് കാറിനകത്ത് ഈ മറ്റ് 5 പ്രതികൾ ഉണ്ടായിരുന്നോ? അത് ഇയാള് കൊന്ന് അങ്ങനെ ഇവിടുന്ന് ചേർത്തലയിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടനാട്ടിൽ നിന്ന് ഒരു കാറെ കൊണ്ടുവരാനായിട്ട് പറ്റില്ല. ആ സമയത്ത് ആ കാറിനകത്ത് ആ കൊച്ചുണ്ടായിരുന്നു, കുട്ടി ഉണ്ടായിരുന്നു. 100 പ്രശ്നങ്ങൾ ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ വലിയ ചെയ്യുന്നുണ്ട്. അപ്പൊ കുട്ടിയുള്ളപ്പോ അമ്മയെ കൊല്ലാൻ പറ്റില്ല. അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് ഇതിനകത്ത്. അങ്ങനെയുള്ള ആ പ്രതികൾ പറയുന്ന കഥകളൊന്നും വിശ്വസിക്കാൻ പാടില്ല. മാത്രമല്ല ഇപ്പോൾ ഈ സെപ്റ്റിക് ടാങ്ക് പരിശോധിച്ചതിൽ നിന്ന് തന്നെ 2 ടാങ്കുകൾ പരിശോധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ആകെ കിട്ടിയത് നഖം പോലെയുള്ള കുറച്ച് തെളിവുകൾ മാത്രമാണ്. അതൊക്കെ അവരുപയോഗിച്ചിരുന്ന ഒരു സെപ്റ്റിക് ടാങ്കിൽ നിന്ന് സാധാരണഗതിയിൽ കിട്ടുന്നതാണ്. ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ പിന്നീട് ഒരാൾ മാത്രം അവിടെ നിന്ന് എടുത്തു മാറ്റി എന്നുള്ളതൊക്കെ പറയാം. അങ്ങനെയാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം എന്നറിയുന്നു. പറയാമെന്നല്ലാതെ തെളിയിക്കാൻ കഴിയില്ല. ശ്രീ ജോർജ് ജോസഫ്, അതില്ല. കാരണം അതിനകത്ത് എന്തായാലും അത് അവിടുന്ന് എടുത്ത ആ മാലിന്യത്തിനകത്ത് എന്തൊരു കാരണം അഗ്നിക്ക് ഒഴിച്ചിട്ടുണ്ടാവും.
അതിനകത്ത് ആസിഡ് വന്നിട്ടുണ്ട്, അങ്ങനെ ഒരു മെൽറ്റ് ചെയ്ത് പോകുള്ളൂ. ടിഷ്യൂസും അതുപോലെ എല്ല് വരെ മെൽറ്റ് ചെയ്ത് സർജറിക്കകത്തിനകത്ത് മെൽറ്റ് ചെയ്തിരുന്നു. അതിനകത്ത് ഒരു രാസപദാർത്ഥങ്ങളൊക്കെ സ്മെല്ലുണ്ടായിരുന്നു എന്നൊക്കെ ആ സ്റ്റോമൻ പറയുകയും ചെയ്തു. അത് കറക്റ്റാണ്. അതിരൂക്ഷമായ ഗന്ധം. അപ്പൊ വേറെ എന്തോ സാധനം കൂടെ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ടാവാം. നാട്ടുമൃഗശമുള്ളവർക്ക് അറിയാം അതെങ്ങനെ ഉപയോഗിക്കുക. പക്ഷേ സർജറിക്കകത്ത് ഒരു മസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് അതിന്റെ അംശം കിട്ടിയതിന് ഫോറൻസിക് സയൻസ് ലാബറട്ടറിയിൽ അത് അയച്ചു കൊടുത്തിട്ട് ആ എവിഡൻസ് എടുക്കണം പോലീസ്. കാരണം 15 വർഷം കൊണ്ടൊന്നും ഒരു സ്കെലിറ്റൻ ഇതുപോലെ ഈ രീതിയിലേക്ക് മെൽറ്റ് ചെയ്ത് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാണും, സ്കെലിറ്റനെങ്കിലും കിട്ടും, കള്ള് അതൊക്കെ തീർച്ചയായിട്ടും കിട്ടും, പല്ല് അതൊക്കെ അതേപോലെ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് കെമിക്കൽ ചേർത്തുന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇത് ചെറിയ സെഡിമെന്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും അത് മതി, ഈ പെൺകുട്ടിയുടെ ആണെന്ന് സ്ഥാപിക്കാൻ അത് മതി. പക്ഷേ എങ്ങനെ സംഭവിച്ചു, എപ്രകാരം കൊന്നു, ഏത് രീതിയിൽ കൊന്നു എന്നൊക്കെ പോലീസിന് ഇനി ഒരു അനുമാനത്തിലെത്താനേ പറ്റുള്ളൂ. ആ പ്രതി പറയുന്നതിനകത്ത് കാരണം കഴുത്ത് കണ്ടിച്ചോ കഴുത്തിൽ ഷാളിച്ച് മുറിച്ചോ, ഒരു ഷാൾ ഉണ്ടായിരുന്ന ഒരു സാക്ഷി പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ഡെഡ് ബോഡി കൊണ്ടുവന്നപ്പോൾ കഴുത്തിൽ ഷാളുണ്ടായിരുന്നു. അങ്ങനെയാണോ കൊന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി തെളിയിക്കാൻ കഴിയത്തില്ല. പിന്നെ 3 പേരെ അവരിപ്പോ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 പേര് ആ കൂടെ ഉണ്ടായിരുന്നവര് അവര് ഈ സാക്ഷി പറയുന്നെങ്കിൽ നല്ല കാര്യം. പക്ഷേ ട്രയൽ നടക്കുമ്പോൾ ഹോസ്റ്റലാകാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. എന്തായാലും വളരെ സൂക്ഷ്മതയോടെ പോലീസ് ഇതിനകത്ത് മുന്നോട്ട് പോകണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും കേരളം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ, ഹൈക്കോടതിയിലെ ആ നിരീക്ഷണം നമ്മൾ കണ്ടില്ലേ. രാഷ്ട്രീയമായ തെളിവുകളുടെ ഒപ്പം തന്നെ നിയമപരമായ നല്ല പാണ്ഡിത്യം പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കണം. അതിന് മാത്രമേ ഇങ്ങനെയുള്ളതിനെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് കഴിയൂ.